ഹലോ. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഗാംഭീര്യമുള്ള ശബ്ദം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നതിനെ കുറിച്ച് പറഞ്ഞു. ബാരി വൈറ്റ് എഫക്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഗാംഭീര്യമുള്ള ശബ്ദം ഉണ്ടാക്കുവാനുള്ള ഒരു എക്സസൈസ് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് തരാൻ പോകുന്ന ടെക്നിക്ക് മറ്റതാണ്. അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആദ്യമൊക്കെ ശരിയായി എന്ന് വരില്ല. കേൾക്കുമ്പോൾ നമുക്ക് തന്നെ എന്തോ ഒരു വല്ലാത്ത പോലെ തോന്നും. കാരണം ടോണൊക്കെ ഒന്ന് മാറിപ്പോകും, ഒരു അസ്വാഭാവികത ഒക്കെ ഫീൽ ചെയ്യും, നാടകീയമായി ഒക്കെ ഫീൽ ചെയ്യും. അതിലൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല. കീപ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് നാൾ കഴിയുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ശബ്ദത്തിൽ നല്ല മാറ്റം ഉണ്ടാകും. മനസ്സിലാക്കുക, റോം ഈസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. ക്ഷമയോടുകൂടിയുള്ള പ്രാക്ടീസ് ആണ് ഏറ്റവും ആവശ്യം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യണം? ശ്വാസം വലിച്ചു പിടിക്കുക. ഓക്കെ, ഡീപ് ബ്രീത്ത്. എന്നിട്ട് വിടരുത് കേട്ടോ. ആ പിടിച്ചു വെച്ചിട്ട് തന്നെ സംസാരിക്കാൻ ശ്രമിക്കണം. എങ്ങനെ സംസാരിക്കണം? കുറച്ച് ശ്വാസമൊക്കെ പോകും, പക്ഷെ പരമാവധി ആ ശ്വാസത്തെ പതുക്കെ മാത്രം ഇട്ടുകൊണ്ട് സംസാരത്തിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ സംസാരിക്കുമ്പോൾ ഇവിടം കൊണ്ടായിരിക്കരുത് സംസാരിക്കേണ്ടത്, ഇവിടം കൊണ്ടായിരിക്കരുത് സംസാരിക്കേണ്ടത്. ഡയഫ്രം കൊണ്ട് വേണം സംസാരിക്കാനായിട്ട്. ഡയഫ്രം ഉപയോഗിച്ച് അങ്ങനെ സംസാരിക്കുക, അതൊക്കെ തോന്നും, ഒക്കെ ശരിയായിക്കോളും. ഓക്കെ, കീപ് പ്രാക്ടീസിങ്. നോക്കാം. ഇപ്പൊ ഉദാഹരണത്തിന്, ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായ ആയുധം വാക്കാണ്. ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതിന് നമുക്ക് ഈ എക്സസൈസ് മുഖേന ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കുക. ഭംഗി കുറവും അതൊന്നും നോക്കേണ്ടതില്ല കേട്ടോ. അപ്പൊ ശ്വാസം വലിക്കുക, ഹോൾഡ് ചെയ്തു. ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായ ആയുധമാണ് വാക്ക്. ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായ ആയുധമാണ് വാക്ക്. ഓക്കെ, എന്തെങ്കിലും ഇത് തന്നെ ആവണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2-3 ഡയലോഗ് ഡെയിലി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഒരാഴ്ച കൊണ്ട് ശരിയാവില്ല, 2 ആഴ്ച കൊണ്ടും ചിലപ്പോൾ ശരിയാവില്ല. പക്ഷേ 3 ആഴ്ച കഴിയുമ്പോഴോ 4 ആഴ്ച കഴിയുമ്പോഴോ ചിലപ്പോൾ 3-4 മാസങ്ങൾ കഴിയുമ്പോഴോ മാറ്റം ഉണ്ടായിരിക്കും, ഉറപ്പാണ്.